കേരളത്തിൽ തന്നെ 10-25 സെൻറ്ററുകളുണ്ടാവും. തമിഴ്നാട്ടിലുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ പോയാലും അതായത് കേരളം. ഒന്നും കൂടി അറിയാനുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇതിൽ മെഡിക്കൽ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, മെഡിക്കൽ സൗകര്യം അങ്ങനെ ഹോസ്പിറ്റൽ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറയാം, അങ്ങനെയുള്ള ഒരു സംവിധാനം കൂടി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലേ എന്നുള്ളത്. ഒരുപാട് പാവപ്പെട്ട കൂട്ടർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ കൂടെ ഇതും കൂടി, അതായത് നമ്മളുടെ ഇതിനകത്തിലുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹോസ്പിറ്റൽ എന്ന് താങ്കൾ പറഞ്ഞു, നമ്മളുടെ ഒരു ആചാര്യനായ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പ്രഭുപാദ് പറഞ്ഞതനുസരിച്ച് ഞങ്ങളുടെ ഓരോ സെൻറ്ററും ഹോസ്പിറ്റലാണ്. ആധ്യാത്മികമായ ഹോസ്പിറ്റൽ. അതായത് ആധ്യാത്മികമായിട്ടുള്ള രോഗമാണ് നമ്മളിന്ന് എല്ലാവർക്കും പിടിച്ചിരിക്കുന്നത്. ശാരീരികമായിട്ടുള്ള രോഗം കളയാൻ മുക്കിനും മൂലയിലും ആശുപത്രികളിൽ പോലും, പക്ഷേ ആധ്യാത്മികപരമായ അസുഖം കളയാൻ ഇന്ന് നമുക്ക് സെൻറ്റേഴ്സ് ഇല്ല. നമ്മുടെ ക്ഷേത്രങ്ങൾ പോലും താങ്കളിപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ അന്യാധീനപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളും നമ്മുടെ വേദ പാഠശാലയായി മാറേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ അവിടെ ചെറിയൊരു ദീപാരാധനയും 4 പേര് വന്ന് തൊഴുത് ചന്ദനം മേടിച്ച് തൊട്ടിട്ട് പോകുന്നൊരു പ്രതീതി അല്ലാതെ അവിടെ നമ്മുടെ ശാസ്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന പ്രവണതയുമില്ല, പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുമില്ല എന്ന് മാത്രമല്ല നമ്മൾ ഇന്നത്തെ വരും തലമുറകൾ അത് പഠിക്കുന്നില്ല. പഠിക്കാതിരിക്കാൻ കാരണം ഇതാണ്. കാരണം നമ്മളതിന് ഫെസിലിറ്റി കൊടുക്കുന്നില്ല. എന്നാൽ മറ്റ് സമുദായം, ഞാൻ ആരെയും കുറ്റം പറയില്ല, അവരെ എല്ലാവരും വളരെ നല്ല കാര്യം ചെയ്യാം. മറ്റുള്ള സമുദായത്തിൽ അവർ ചർച്ചിൽ പോയാലും ഈ മോസ്കിൽ പോയാലും അവർക്ക് എല്ലാ പാഠങ്ങളും പഠിപ്പിക്കുന്ന ഒരു പ്രവണതയും അതിനാളുമുണ്ട്. നമ്മുടെ ഹിന്ദു സമുദായത്തിന് സനാതന ധർമ്മത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഈ ക്ഷേത്രത്തിൽ തന്നെ എന്തെങ്കിലും ക്ലാസ് നടക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ എനിക്കൊന്നേ സാറ് പറയാനുള്ളൂ, അങ്ങനെയുള്ള ഒരു രൂപകൽപ്പന അങ്ങേപോലുള്ള വലിയ വലിയ ആൾക്കാർ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. ഓരോ ക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ള ഇത് കൊണ്ടുവരണം. മത പഠനം മാത്രമല്ല, ജീവകാരുണ്യ പ്രവൃത്തിയും എല്ലാം. നമ്മളിപ്പം ഒരു സ്കൂളിൽ സേവനഭാരം പറഞ്ഞു, ഹരേകൃഷ്ണ പ്രസ്ഥാനത്ത് ഇസ്കോണിൽ ഫുഡ് ഫോർ ലൈഫ് എന്ന് പറയുന്ന സ്കീമുണ്ട്. അതായത് ഇന്ത്യയിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഒരു ദിവസം എൻ്റെ ഒരു കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 20 ലക്ഷത്തിൽ പരം ആൾക്കാർക്ക് ഫ്രീ ഫുഡ് ഡെയിലി കൊടുക്കുന്ന സ്കീമുണ്ട്. ട്രിവാൻഡ്രത്ത് മിക്കവാറും RCC നിങ്ങൾക്കും അറിയാം, ക്യാൻസർ സെൻറ്റർ. ആ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും അവിടെ ഫ്രീ ഫുഡ്, വലിയ ക്യൂ. ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങൾ ചോദിക്കാനൊരു കാരണം, നിങ്ങളെപ്പോലുള്ള അനേകം ഹരേകൃഷ്ണ പ്രവർത്തകരുടെ നല്ല പ്രവൃത്തികൾ കാണണം, പരിചയപ്പെടണം, അങ്ങനെ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെ നമുക്ക് അതിനായ ഒരാളെ നിയോഗിക്കുകയും ചെയ്തു. കാരണം അതിനെ ഭഗവാൻ കൃഷ്ണനോടും രാധാ മാതാവിനോടും നന്ദി മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സന്തോഷം. കാരണം അത് മാത്രമല്ല, രണ്ടാമത് ഇതിൻ്റെ യഥാർത്ഥ സ്ഥലം, മൂലസ്ഥാനം എന്ന് പറയും, അത് നമ്മൾ ഗുജറാത്തിലൊന്നുമല്ലല്ലോ. ഇത് നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൽക്കട്ടയിൽ നിന്ന് 3.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നവദ്വീപ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ മായാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് സമയം കിട്ടുമ്പോൾ ഒരു ദിവസം പോകാം. മായാപ്പൂർ എന്ന സ്ഥലത്തിൻ്റെ പേര്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് അറേഞ്ച് ചെയ്ത് അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം. അവിടുത്തെ മെയിൻ ഹാളിൽ ഒരു സമയത്ത് 10,000 ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയ സംവിധാനത്തിലാണ് ആ ക്ഷേത്രം പണിയെടുത്തത്. അതുപോലെ തന്നെ അത്രയും പേർക്ക് ആഹാരവും കാര്യങ്ങളൊക്കെ ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞാൽ മിനിമം ഒരു ദിവസം 25,000 പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും. എത്ര ഏക്കർ സ്ഥലത്ത് അത് വരുന്നത്? ആ ക്ഷേത്രം മാത്രം നിൽക്കുന്നത് 5 ഏക്കറിൽ. പറയേണ്ട ആവശ്യമില്ല. മൊത്തം വലിയൊരു കമ്മ്യൂണിറ്റി, 8,000 ഒരു 10,000 ആൾക്കാർ ആ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്നുണ്ട്. അവിടെ ഹരേകൃഷ്ണനും പിന്നെ ബലരാമനും മാത്രമേ ഉള്ളൂ. അവിടെ രാധാമാധവും അഷ്ടസഖി, രാധാകൃഷ്ണനും 8 സഖിമാരും കൂടിയും പിന്നെ പഞ്ചതത്വ എന്ന് പറയുന്നത് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ആചാര്യനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സായ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര, ശ്രീവാസ് ആദി ഗൗരഭക്തർ, ഇങ്ങനെ 5 പേര് പഞ്ചതത്വമുണ്ട്. പിന്നെ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ പുതിയ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ടുള്ള പൂജ വിധികൾ കാര്യങ്ങൾ. നിങ്ങളുടെ മാനസഗുരു, ഇപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ചിത്രത്തിൽ കാണാൻ എല്ലാവർക്കും ആ പേരറിയില്ല, മൊട്ടയടിച്ചിട്ടുള്ള വയസ്സായിട്ട് നമ്മളിപ്പം പ്രതിമ കൊണ്ടുപോകുന്നില്ലേ? അദ്ദേഹമാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ എന്ന് പറയുന്ന ഈ സംഘടന സ്ഥാപിച്ച ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ പേര് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് എന്നാണ്. അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചത്. 1966 അമേരിക്കയിലാണ് സ്ഥാപിച്ചത്. നമ്മുടെ ഭാരതീയർക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ
ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ്, ആദേശാനുസരണം അദ്ദേഹം അമേരിക്കയിൽ പോയി ഹരകൃഷ്ണ പ്രസ്ഥാനം ആരംഭിച്ചതാണ്. പിന്നെ ഭാരതീയർക്ക് നമുക്കൊരു ഒരു പോരായ്മയാണ്, നമ്മൾ ഭാരതീയർ തന്നെ പറഞ്ഞു കൊടുത്താൽ നമ്മളാരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്കൊരു വൈറ്റ് സ്കിന്നർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുന്ന ആൾ പറഞ്ഞു കൊടുത്താൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന മെൻറ്റാലിറ്റി ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലായിട്ട് അദ്ദേഹം അമേരിക്കയിൽ പോയി അമേരിക്കക്കാരെ അത് പഠിപ്പിച്ചിട്ട് അമേരിക്കക്കാർ വന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാർ വന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എൻ്റെ ഗുരുനാഥൻ പോലും അമേരിക്കക്കാരാണ്. പക്ഷെ നമ്മൾ ആ ഒരു കൺസെപ്റ്റ്, ബോഡിലി ശാരീരികമായ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ വെളിയിൽ വന്ന് നമ്മൾ ആത്മാവാണ് എന്ന റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അമേരിക്കനാണോ ഇന്ത്യക്കാരനാണോ കേരളക്കാരനാണോ ഒരു വ്യത്യാസം നമുക്കുണ്ടാവും. പക്ഷേ എന്തായാലും അതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് പൂർവ്വജന്മ ബന്ധമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. തീർച്ചയായും. അല്ലാതെ അവർ ഇന്ന് ഈ ജന്മത്തിൽ മറ്റൊരു രാജ്യത്ത് ജനിച്ചു എന്നുള്ള കാരണം കൊണ്ടായാലും ആ ഒരു ജീനുണ്ടല്ലോ അത് പുറത്തു പോകില്ല. അത് നമ്മുടെ ആചാര്യനായ ശില പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പൂർവ്വജന്മത്തിലെ പുണ്യം കൊണ്ട് അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി അവർ അമേരിക്കയിൽ ജന്മമെടുത്തവരാണ്. അങ്ങനെ അദ്ദേഹം സ്പഷ്ടമായി അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓരോ രാജ്യങ്ങളിലും അതുപോലെ ഓരോ വില്ലേജിലും നിങ്ങളുടെ കാര്യങ്ങൾ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ശ്രീകൃഷ്ണ ഭഗവാനോടും പിന്നെ ഇവിടുത്തെ അമ്മയോടും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും ആരോഗ്യ പണ്ടാര് പറഞ്ഞ പോലെ ആരോഗ്യ സൗഖ്യങ്ങളും തരട്ടെ ഭഗവാൻ. പിന്നെ നല്ല ഊർജ്ജസ്വലമായിട്ട് എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളെല്ലാവരുടെയും ഒരു മനസ്സോട് കൂടിയിട്ട് അങ്ങ് പറഞ്ഞ പോലെ കൽക്കത്തയിലുള്ള ആ മഹാക്ഷേത്രം വേഗം പൂർത്തിയാകാൻ കഴിയട്ടെ അല്ലേ? വളരെ സന്തോഷം. ഇണ്ടുണ്ട് ഇടിയുണ്ട് കുറച്ച് സമയം ഇവിടെ ഇല്ലായിരുന്നു, വയനാട്ടിലായിരുന്നു ഉണ്ടായിരുന്നു. ഇല്ല, വയനാട്ടിലാണ്. കർക്കിടകം. ഇപ്പം വെള്ളവും കടവിലെ ഇതുമായല്ലോ. എല്ലാരും മുന്നോട്ട് വരൂ, എല്ലാരും മുന്നോട്ട് വരൂ. ആരും ഇവിടെ നിൽക്കില്ല.
പോകുന്നവർ എല്ലാവരും കൂടി ചേർന്ന് വെറുതെ ആവശ്യമില്ല. നമുക്ക് ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. പേര് വിളിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും എല്ലാവരും സൈഡിൽ നിൽക്കുന്നവരെല്ലാം മുന്നോട്ട് പോവുക, ഫ്രണ്ട് പോവുക. നമ്മുടെ രഥയാത്ര ഗ്രാൻഡാണെന്നതിൽ കാണട്ടെ, എന്തിലും കാണട്ടെ. എല്ലാവരും കൊടുത്താൽ മുന്നോട്ട് പോകും. എല്ലാവരും സൈഡിൽ നിൽക്കുന്നവരെല്ലാം മുന്നോട്ട് പോകും. ഒന്നും ഭയപ്പെടണ്ട. ഹരേ കൃഷ്ണ. ബലദേവ് സുഭദ്രാ മയ്യാ കീ ജയ. ഹരേ കൃഷ്ണ. നമ്മൾ പല മരിക്കാൻ പോകും. സൈഡിലുള്ളവരെല്ലാം മുന്നോട്ട് പോകുക, മുന്നോട്ട് പോകുക. ജഗന്നാഥ് ഭഗവാന് കീ, ജഗന്നാഥ് ഭഗവാന് കീ ജയ ജഗന്നാഥ്, ജയ ജഗന്നാഥ്, ജയ ജഗന്നാഥ് സ്വാമി, ജയ ജഗന്നാഥ്. മുന്നോട്ട് പോകൂ. മാതാജിമാര് ഒരു പതുക്കെ 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 വെച്ചു. മാതാജിമാര് സൈഡിൽ നിന്നിട്ട് മുന്നോട്ട് പോകും, മുന്നോട്ട് പോകും. സൈഡിൽ നിൽക്കുന്നവരെല്ലാം മുന്നോട്ട് പോകും, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. നമ്മൾ വളരെ ദൂരെ പോകുന്നുണ്ട്. എല്ലാവർക്കും സ്റ്റാർട്ട് കിട്ടും വടം പഠിക്കാനായിട്ട്. മാതാജിമാര് സൈഡിൽ നിൽക്കാതെ മുന്നോട്ട് പോകും, മുന്നോട്ട് പോകും. വീട്ട് വീഴത്ത് മഴ പെയ്ത് കിടക്കാണ്. വെള്ളയുണ്ട്, ഓടയുണ്ട്, വീഴത്ത്. വടക്കിന്റെ കൂടെ മാത്രമേ പോകാവുള്ളൂ. സൈഡിൽ നിൽക്കരുത്. മുന്നോട്ട് പോകും, മുന്നോട്ട് പോകും. ഭഗവാൻ കൊടുക്കാനായിട്ട് മുന്നോട്ട്